എൻ്റെ മാപ്പിള കളിയാക്കുന്നുണ്ട്, നീ ചോറൊക്കെ കറിയാക്കുന്ന കാണിച്ച് ചോർക്ക് എന്ത് പോകണോ, ഓർക്ക് യൂസ്ഫുള്ളാന്ന് എന്തെങ്കിലും വീഡിയോസ് എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫോളോവേഴ്സിന് ഇഷ്ടം എൻ്റെ ഡേ മൈ ലൈഫ് കാണാനെന്ന്. അങ്ങനെ രാവിലത്തെ വീഡിയോ എടുക്കാനേ മറന്നുപോയി. അങ്ങനെ പിള്ളമാർ പോയ ശേഷമാണ് ഇത് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തങ്ങ് എന്ത് ചെയ്യുന്നിട്ട് ഒരു ഡേ മൈ ലൈഫ്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പണിയെല്ലാം കിച്ചണിൽ ഏകദേശം ഒരുങ്ങിയിട്ടായിട്ട് ഞാൻ പിന്നെ ഉള്ളെല്ലാം ക്ലീൻ ആക്കാനായിട്ട് പോയി. ഇത് നമ്മളെ ബെഡ്ഷീറ്റ് പിരിച്ചെങ്കിൽ നമ്മളെ പകുതി പണി ഒരു ഒത്തരായ പോലാന്നില്ലേ. അങ്ങനെ പുതിയ ബെഡ്ഷീറ്റ് എടുത്തിട്ട് പിരിക്കുന്നുണ്ട്. ഇത് ഞാൻ മീഷോന്ന് മെങ്ങിയത്. ഇത് ഫസ്റ്റ് പെരുന്നാൾക്ക് പിരിച്ചിന്, ഇപ്പോൾ രണ്ടാമതായിട്ട് പിരിക്കുന്നത്. നല്ല ബെഡ്ഷീറ്റാവും, നല്ലൊരു കോട്ടൻ്റെ ആയിട്ട്. നമ്മളിപ്പുറത്തെ അമ്മായിമാർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. എവിടുന്ന് മെങ്ങിയ അത്ര പൈസയൊക്കെ നല്ലുണ്ട് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ആർക്കും വേണമെങ്കിൽ എന്നെ ഫോളോ ആക്കിയിട്ട് ലിങ്ക് ആയിട്ട് കമൻ്റ് ആക്കുക. അങ്ങനെ പണിയെല്ലാം ഒതുക്കിയിട്ട് ഒരു ദിവസം മനുഷ്യനോട് വിഷയം പറയാനായിട്ട് പോയിട്ടുണ്ടായി. അപ്പൊക്ക് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ ഒരു ഒതുങ്ങിയിട്ട് ഒരു മഞ്ഞൻ്റെ അപ്പം തിന്നാലിട്ട് ഭയങ്കര കുറേ ദിവസമായിട്ട്. കാസർഗോഡ് ഭാഗത്ത് ഏകദേശം ഇങ്ങനെ മഞ്ഞൻ്റെ അപ്പം തന്നെ പറയില്ലേ. എൻ്റെ ഫേവറേറ്റ് അപ്പം ഇത് അങ്ങനെ എപ്പോഴും ചുടല്ല, ഭയങ്കര മടിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മ ചുടലുണ്ട്. അങ്ങനെ പുറത്ത് പോയിട്ട് തയ്യല ഇത് പൊട്ടിച്ചിട്ട് വന്ന് പിന്നെ തേങ്ങ എല്ലാം വെള്ളത്തിൻ്റെ എല്ലാം ആക്കിയിട്ട് ചടപടയിലിട്ട് പെട്ടെന്ന് ഗ്യാസിൽ കയറ്റിയിട്ട് വെച്ച് പിള്ളമാർ വരുമ്പോൾ റെഡിയാക്കാൻ എന്നിട്ട്. മോൾക്ക് ഭയങ്കര ഇഷ്ടമില്ല, മോൾക്ക് ഇഷ്ടം ഇങ്ങനത്തെ മധുരമല്ലോ. ഒരാ നാട്ടിൽ മുന്നേ എന്തെല്ലാം സ്പെഷ്യലായിക്കൊണ്ടായി, എന്ത് യൂട്യൂബിൽ കാണുന്ന അതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കലുണ്ടായി. കൊളായെങ്കിൽ പ്രശ്നമില്ല എന്നിട്ട്. പക്ഷേ ഇപ്പോൾ പോരായ പിന്നെ എന്തും ആക്കല്ലാന്നല്ലേ എനിക്ക് സത്യം. അന്ന് വിചാരിച്ചോണ്ടായി പക്ഷേ പോരായിട്ടാകുമ്പോൾ അതാക്കാം ഇതാക്കാന്ന്. പക്ഷെ പോരായിട്ട് മടി വന്നതാ എന്ത് വന്നതെന്ന് അറിയില്ല, എന്തും ആക്കലില്ല. അപ്പം അന്നത്തെ വീഡിയോ ഇത്ര തന്നെ. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.